നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാ പരിവാർ സോഷ്യലിസ്റ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. നമ്മുടെ സംസ്ഥാന ചീഫ് സെക്രട്ടറി മുരളീധരൻ സാറിൻ്റെ റിട്ടയർമെൻറ്റിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ശാരദ മാഡം ചാർജ് എടുക്കുകയാണ്. അപ്പോൾ റിട്ടയർ ചെയ്യുന്ന മുരളീധരൻ സാറിനും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അകപഴിഞ്ഞ അഭിനന്ദനങ്ങളും പുതിയ ചാർജ് എടുക്കുന്ന ശാരദ മാഡത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തുടങ്ങട്ടെ. ഭൗമ കാന്തിക കൊടുങ്കാറ്റ് വരുന്ന ഞായറാഴ്ച ഉണ്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞന്മാരെ കാണുന്നത്. ഭൂമി മുഴുവൻ ഇരുട്ടിലാകും, ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒന്നും സംഭവിക്കാതെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിഷയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധമല്ല. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടത്തുമ്പോൾ യുദ്ധമാകുള്ളൂ. ഇതൊരു അറ്റാക്ക് ആണ്. ആദ്യമായിട്ട് പറയട്ടെ, കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലേക്ക് കയറി നടത്തിയ കയ്യേറ്റം അല്ലെങ്കിൽ ആക്രമണം അല്ല, ഒരിക്കലും നമ്മൾ ന്യായീകരിക്കുന്നില്ല, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഒക്ടോബർ 7 മാറ്റിവച്ചാൽ അതിനു മുൻപും അത് ശേഷമുള്ള സംഭവങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടി വരും. എന്തുകൊണ്ട് അവർ ഒക്ടോബർ 7 അങ്ങനൊരു സാഹസം കാണിച്ചു? അത് രണ്ട് കാരണമാണ്. ഒന്ന്, ഇസ്രായേലിന് ഗസയിൽ കയറി ആക്രമിച്ച് ആയിരങ്ങളിൽ കൊല്ലാനുള്ള അവസരം അവർ തന്നെ ഒരുക്കി കൊടുത്തു എന്നുള്ളത് ധാരണയുണ്ട്. അല്ലെങ്കിൽ ഇത്രയും അയൺ ബോൺ സംവിധാനമൊക്കെ ഉള്ള ഇസ്രായേലിലേക്ക് ഇങ്ങനെ ഈ പാട്ട് തകിടായിട്ട് പോയി കൈയേറാൻ പറ്റിയെന്നുള്ളതാണ്. അതിൻ്റെ ഒരു വശം അവിടെ നിൽക്കട്ടെ, നമ്മളത് ഉറപ്പ് പറയുന്നില്ല. മറ്റൊന്ന്, ലോക ശ്രദ്ധ ഹമാസ് വിഷയത്തിൽ പലസ്തീൻ വിഷയത്തിൽ ഇല്ലാതെയായി പോയി എന്ന് മാത്രമല്ല, സൗദി അറേബ്യ പോലെ രാജ്യങ്ങൾ ഇസ്രായേലിന് വളരെ അടുക്കുകയും പുതിയ എഗ്രിമെൻറ്റിൽ ഒപ്പിടുകയും ചെയ്തു. അങ്ങനെ സൗദി അറേബ്യയും ഇസ്രായേലും ശക്തമായ വ്യാപാര ബന്ധത്തിൻ്റെ ഒരു ധാരണാപത്രം ഒപ്പിടുന്നതിൻ്റെ തലേ ദിവസമാണ് ഒക്ടോബർ 7 ഹമാസ് കയറി ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു. അതൊരു കാര്യം നടന്നു. അതുവരെയും മിണ്ടാതിരുന്ന, ഉറങ്ങി അല്ലെങ്കിൽ മറവിയിലാണ്ട് പോയ ഫലസ്തീൻ വിഷയം ഇന്ന് ലോകത്ത് സജീവ ചർച്ചയിലാണ്. അതെന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ പുറകിൽ പോച്ച കൈകൾക്ക് അവരുടെ ബുദ്ധിയോട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ കുഞ്ഞിൻ്റെ ശ്രദ്ധ, നമ്മളെ ശ്രദ്ധ കുഞ്ഞ് കിട്ടില്ലേ, കുഞ്ഞ് കരയില്ലേ? എന്താണ് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ്. അല്ല, ചില കയ്യിൽ ഷാഠ്യം പിടിക്കും, അതും കുഞ്ഞിന് നമ്മുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ്. അല്ല, അവർക്ക് ചെയ്യാൻ പറ്റിയ ഏക ഒരു പ്രചരണമായിരുന്നു ആ കയറ്റം. അത് എങ്ങനെ ഇസ്രായേൽ അനുവദിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ത് പറ്റി നമുക്കകത്ത് സംശയമുണ്ട്. ആ യുദ്ധം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ പാവം മൊയ്തീൻ ഷാ ഉൾപ്പെടെ ടീം, ഞങ്ങളുടെ ഗ്രൂപ്പ് പറഞ്ഞത്, പിന്നെ ഹമാസിൻ്റെ ആയുധപ്പുരകളും അവരുടെ കൊച്ചു ലോഞ്ചറും എല്ലാം സ്ഥിതി ചെയ്യുന്നത് പലസ്തീനിലല്ല, അത് ഇസ്രായേലിൻ്റെ ഇവിടെ അടിയിലാണ്. ഞങ്ങളിത് പറയാൻ കാരണം ഒരു ചെറിയൊരു മനഃശാസ്ത്ര രൂപയുടെ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കാം. ഒന്ന്, അഹമ്മദാബാദിൽ നിന്ന് ഒരാൾ കുറച്ച് ക്യാഷായിട്ട് കയറി വരും, ഒരു പോക്കറ്റ് അടിക്കാരൻ കണ്ടു, അറിഞ്ഞു. പക്ഷേ 2 രാത്രി കഴിഞ്ഞ് 3-ാം പകലായപ്പോഴും ബോംബെയിൽ ഇറങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന് ആ പൈസ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നേരം വെളുത്ത് ഇറങ്ങാറായപ്പോൾ ഈ കള്ളൻ ചോദിച്ചു, ഏതായാലും നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ഇനി എടുക്കാനും പോകുന്നില്ല, നിങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചത്? കൊള്ളാം. അപ്പം അയാൾ പറഞ്ഞ്, ഏടോ മരമണ്ട, നീ ഇടുന്ന ഓവർകോട്ടില്ലേ, നീ എല്ലാം കഴിഞ്ഞ് 10 മണി കഴിഞ്ഞ് നീ കിടക്കുമ്പോൾ നീ ഓവർകോട്ട് ഊരി വയ്ക്കുമല്ലോ നിൻ്റെ തലക്ക് മുകളിൽ. ആ ഓവർകോട്ട് പോക്കലിൽ എൻ്റെ പണപ്പൊതി വെച്ചിരുന്നു. എന്നിട്ട് ഞാൻ ഓർക്കും, നീ എഴുന്നേൽക്കുന്ന ഏകദേശം സമയം അതിന് മുമ്പായിട്ട് ഞാൻ എഴുന്നേറ്റ് അതെടുത്ത് എൻ്റെ കയ്യിൽ വയ്ക്കും, അപ്പോൾ നേരം വിളക്കും. അങ്ങനെ 2 രാത്രിയും കഴിഞ്ഞെന്ന് പറഞ്ഞു.
അതെല്ലാം പുകയെടുക്കാൻ തോറ്റുപോയി. അതുപോലെ ഫലസ്തീൻ്റെ അല്ലെങ്കിൽ ഹമാസിൻ്റെ ആയുധങ്ങളെല്ലാം സൂക്ഷിക്കുന്നത് അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇസ്രായേലിൻ്റെ ഭൂമിക്കടിയിലാണ്. 40-50 അടി ആഴത്തിലാണ്, 1-2 അടിയല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇസ്രായേൽ വിചാരിച്ച 1-2 ആഴ്ച തീർന്നു പോരാമെന്ന് വിചാരിച്ചത് 1 വർഷം ആകാറായിട്ട് തീരാതിരിക്കുന്നത്. സംഭവം എന്താണ് പലസ്തീൻ വിഷയം? ഇവിടുത്തെ ക്രിസംഖികളും സംഖികളും ചില മുസംഖികളൊക്കെ പറഞ്ഞു കേട്ടാൽ പലസ്തീന ഒന്നും ഇല്ലാതെ ഭസ്മായി പോയി, ഇസ്രായേൽ എല്ലാം ജയിച്ചു. ഏടോ മരമണ്ടന്മാരെ, സംഖികളെ, ക്രിസംഖികളെ, മുസംഖികളെ, സ്നേഹപൂർവ്വം പറയാണ്. ഈ പലസ്തീൻ ജനതയ്ക്ക് അവർ തീയിൽ ജനിച്ചാൽ അവർ വെയിലത്ത് പാടില്ല. അവർക്കൊരു സുഖലോലുവതല്ല. അവർ ദിവസങ്ങൾ തള്ളി നിൽക്കുകയാണ്. അവർക്ക് പ്രത്യേക ആർഭാടോ ആഘോഷമോ ഒന്നുമില്ല, സമാധാനമൊന്നുമില്ല. പക്ഷേ എല്ലാ ശീതള ചായയിൽ വളർന്ന ഇസ്രായേലിൽ ഈ ഒക്ടോബർ 7 ശേഷം അവിടെ മനസ്സമാധാനമില്ല. അവിടെ വിഭ്രാന്തിയാണ് ജനങ്ങൾ ഭയവിഹ്വലരാണ്. ഇപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി പോലും ബംഗറിൽ ഒളിച്ച് എപ്പോൾ ജീവൻ പോകുന്നു പേടിച്ചിരിക്കുകയാണ്. ആ ഒരു ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊരു മുല്ലപ്പെരിയാറുണ്ടല്ലോ, മുല്ലപ്പെരിയാർ ഇഷ്യൂ പേടിച്ചിരിക്കും പോലെ ആ ഒരു ജീവിതം മരിച്ചതുമില്ലല്ലേ. അപ്പോൾ അത്രയും സൈനിക ശക്തിയിൽ ലോകത്ത് 1-ാം സ്ഥാനം അമേരിക്ക പോലും വെല്ലുന്ന കഴിവുണ്ടെന്നൊക്കെ പറയുന്ന ഇസ്രായേൽ രാജ്യത്തോട് ഈ കേവലം 10-40 ലക്ഷമുള്ള പീറകൾ കളിപ്പാട്ടം വെച്ച് പ്രവർത്തിച്ചിട്ടും ഇസ്രായേലിനെ ഒരു മൂലക്ക് ഇരുത്താൻ പറ്റി ഭയവിഹ്വലതയിൽ കഴിയാൻ പറ്റിയെങ്കിൽ അത് അവരുടെ കഴിവ് തന്നെയാണ്. അവർ അംഗീകരിച്ചേ തീരും. ABC പോലെ ചില ക്രിസംഖി ചാനലൊക്കെ പറഞ്ഞത്, സംഘി ചാനലൊക്കെ പറഞ്ഞത് ഇസ്രായേൽ തീർന്നു. ഒരു മാത്യു സാമുവലുണ്ട്, അദ്ദേഹം പറയാണ് ഇസ്രായേൽ തീർന്നു. വേറൊരുത്തരുണ്ട്, അവരൊക്കെ പറഞ്ഞു ഇസ്രായേൽ തീർന്നു, ഫലസ്തീൻ തീർന്നു. എന്നിട്ട് എൻ്റെ ഇസ്രായേലിൽ യുദ്ധം ജയിച്ചു പോയി നിർത്താൻ പറ്റുന്നില്ല. മാത്രമല്ല അവർ ഭയശങ്കയുടെ പിടിയിലാണ്. എന്താണ് കാരണം? സത്യമുണ്ട് ലോകത്ത്. കാരണം ഞാൻ മൊയ്തീൻ ഷാ എന്ന് പറഞ്ഞല്ലേ, എൻ്റെ നാട് ചെമ്പ്രയ്ക്കാണ്. ചെമ്പ്രയ്ക്കയിൽ നിന്ന് 7 കിലോമീറ്റർ പെരുമ്പാവൂർക്ക് പോകുന്ന വഴിയിൽ അവിടെ മുഹമ്മദ് ഇസ്ഹാഖ് നിസാമി എന്ന ഒരാളോട് താമസിച്ചിരുന്നു. അദ്ദേഹം, ഞാൻ 78 ഹജ്ജ് പോയപ്പോൾ തിരിച്ചു വന്ന സമയത്ത് ഞങ്ങൾ കപ്പൽ വെച്ച് പരിചയമൊന്നും മാത്രമേ, വേറെ പരിചയമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം വിസ കഷ്ടപ്പെട്ട് ആകെ പ്രശ്നമായി. ഗുണ്ടകൾ ആ ഫാമിലി ആക്രമിക്കാൻ വരികയാണ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ അവിടുത്തുകാരനാണ്. 100-500 വീട്ടിൽ ഞങ്ങൾ കുടുംബക്കാരുണ്ട്. എൻ്റെ കുടുംബത്തിൽ അന്ന് രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ട്, ഇന്നും ചിലവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കെല്ലാം വേണ്ടി ഞാനൊന്ന് ഇടപെട്ട് പ്രശ്നമെല്ലാം പരിഹരിച്ച് കൊടുത്തു. അപ്പോൾ ഒരു 5-6 മാസം പിടിച്ചത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഗുണ്ടകളുടെ ആക്രമണത്തിൽ എതിർക്കാൻ വേണ്ടി, പിന്നെ ആക്രമണത്തിൽ ഒഴിവാൻ വേണ്ടി ഞാൻ അവിടെ ചെന്ന് എൻ്റെ ശബ്ദം കേട്ടാലേ അവിടുത്തെ ഫാമിലി വാല് തുറക്കുള്ളൂ. അതിൽ വാല് തുറക്കും, പേടിയാണ്. അതെല്ലാം പരിഹരിച്ചു. അദ്ദേഹം മരിച്ചുപോയി. അത് പറയാൻ കാരണം അതല്ല വിഷയം. അവിടെ ഈ കിടക്ക് കച്ചവടക്കാരാണ് ബസ്സിന് മുകളിൽ കിടക്ക് കെട്ടിയിട്ടായി. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇദ്ദേഹം ബസ്സിലിരിക്കുകയാണ്. ബസ്സിലിപ്പോൾ ആ കൊണ്ട് വളവുള്ളപ്പോഴ് കിടക്ക് കൊണ്ടറിയാൻ വേണ്ടി ഇദ്ദേഹം തലന്ന് പുറത്തേക്കിട്ട് മുകളിലേക്ക് നോക്കി. അടുത്ത ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു. ഇലക്ട്രിക് പോസ്റ്റാണ്, അല്ല കോൺക്രീറ്റ് പോസ്റ്റാണ്, ഇപ്പോഴതല്ല. തല ചിതറിയിട്ടല്ലോ. ആ മനുഷ്യൻ മരണപ്പെട്ടത് അത്ര പേര് 8-10 അടി ഉയരമുള്ള ബസ്സിൽ നിന്ന് പൊങ്ങി താഴോട്ട് പോയി, മരിച്ചപ്പോൾ തന്നെ. ആ പ്രാണവെപ്രാളം ഇരട്ടി ശക്തി ഉണ്ടാവുന്നുണ്ട് ആ പ്രാണം പോകുന്ന സമയത്ത്. അതുപോലെ ഈ കൊച്ചു സംഘടനക്ക് അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ശ്രമിക്കുന്ന ആത്മാഭിമാനമുള്ള ആ ജനങ്ങൾക്ക് അവൻ്റെ കഴിവ് ഒരാൾക്ക് 10 ആൾ തുല്യമാണ്. അത് ആത്മാർത്ഥമായിട്ട് കൂലിക്ക് എല്ലാം വരുന്ന പോലെയല്ല. ഇസ്രായേലൊക്കെ പട്ടാൾക്കാർ കൂലി കൊടുത്തിട്ട് കൂലിക്ക് എല്ലാം വരുന്ന, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വരുന്ന പട്ടാൾക്കാരാണ്. ഇവരതല്ല, അവരുടെ ജന്മനാടിന് വേണ്ടിയാണ്. എന്താണ് ജന്മനാട്? അവർ നാടല്ലേ, അത് ആട്ടിപ്പായിച്ച് അത് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ലോക സൈനിക ശക്തിയിൽ 1-ാം സ്ഥാനം നിൽക്കുന്ന അമേരിക്കയുടെ സപ്പോർട്ട് കൂടി ചെയ്യല്ലേ? അപ്പോൾ അത് തെറ്റല്ലേ? തന്നെയുമല്ല, ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ
അന്ന് അൻവർ സാദത്തല്ല, അൻവർ സാദത്തുള്ള കാലത്ത്, നാസറിന് ശേഷം സാദത്തുള്ള കാലത്ത് 3 ദിവസം യുദ്ധം നിർത്തി ഡേവിഡ് കരാറിൽ ഒപ്പിട്ട്. അന്ന് അൻവർ സാദത്ത് പറഞ്ഞറിയോ, ഇസ്രായേലിനോട് അന്നൊരു 10-60-70 100ഓളം അറബി രാജ്യങ്ങളുണ്ട്. അവർ തന്നെ 6-7 രാജ്യങ്ങളുണ്ടായി. അവർ ഒരുമിച്ച് മൂത്രമൊഴിച്ചാൽ പോകാനുള്ളത് ഇസ്രായേൽ. പക്ഷേ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ മതി, പക്ഷേ അമേരിക്കയോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ പോരാ. അതുകൊണ്ടാണ് ഡേവിഡ് കരാറിൽ ഒപ്പിട്ട് യുദ്ധത്തിൽ പിന്മാറുന്നു, നഷ്ടം സഹിച്ചു എന്ന് അൻവർ സാദത്ത് പറഞ്ഞു. അപ്പോൾ അതുപോലെയാണ് എന്തുകൊണ്ട് ഇറാനിൽ പെട്ടെന്ന് യുദ്ധം ചെയ്യാനില്ല, ഈജിപ്റ്റ് ഇറങ്ങുന്നില്ല, മറ്റിറങ്ങുന്നില്ല രാജ്യങ്ങൾ ചില. ഇവിടെ അവർ യുദ്ധം ചെയ്യേണ്ടത് ഇസ്രായേലിന് അല്ല സർ, പിന്നെ ആരോടാണ്? ലോക ശക്തി എന്ന് പറയുന്ന അമേരിക്കയോടാണ്. അമേരിക്കയോട് യുദ്ധം ചെയ്യാൻ റഷ്യക്ക് പോലും പ്രയാസോടി, പിന്നെ ഈ കൊച്ചു അറബി രാജ്യങ്ങൾക്ക് സാധിക്കുമോ? അതാണ് അവർ യുദ്ധത്തിൽ ചാട് വരാത്തത്. അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കെ, കാര്യങ്ങളുടെ വസ്തുത ഇങ്ങനെയാണെന്ന് വ്യക്തമായിരിക്കെ, ഇവിടുത്തെ ക്രിസംഖ്യകളും സംഖ്യകളും മുസംഖ്യകളൊക്കെ എന്താണ് പലസ്തീനെക്കുറിച്ചും അല്ലെങ്കിൽ ഗസയിലെ കുറിച്ചും ഇത്രയും എന്തൊരു മരിക്കുന്ന കാണുകയും കേൾക്കുകയും ചെയ്യുമല്ലോ, എന്തൊരു ആശ്വാസമാണ് ഈ സംഖ്യകൾക്ക്, ക്രിസംഖ്യകൾക്കൊക്കെ എന്തൊരു സന്തോഷമാണ് അവരാ വർത്തമാനം, ചിരിയും കളിയും. എടോ മനുഷ്യ മൃഗങ്ങളെ, ആയിരങ്ങളെയാണ് ബോംബിട്ട് കൊല്ലുന്നത്. ഒരു ഉറുമൽ കൊല്ലാൻ വേണ്ടി ആറ്റം ബോംബ് ഉപയോഗിക്കാരെങ്കിലും. ഇത് പാവപ്പെട്ട് കുഞ്ഞു മക്കളെ 2 വയസ്സ് 1 വയസ്സ് കുഞ്ഞു മക്കളെ കൊല്ലാനായിട്ട് ബോംബാണ് ഇടുന്നത്. അന്ന് 2ാം ലോക മഹായുദ്ധത്തിൽ ഇട്ടതിനേക്കാൾ കൂടുതൽ ബോംബ് ഈ ചെറിയ സ്ഥലത്തൊരു ചെറിയ സ്പേസ് എന്ന് പറഞ്ഞാൽ 40 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതി. ചില സ്ഥലത്ത് 40 കിലോമീറ്റർ 10 കിലോമീറ്റർ ഇല്ല. അപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ്? 500 സ്ക്വയർ ഫീറ്റ്, സ്ക്വയർ മൈൽ. 500 സ്ക്വയർ മൈൽ വിസ്തീർണമുള്ള സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണ സ്ഥലത്താണിത്. അത് ജപ്പാനിൽ ഇവിടെ എത്രയോ ആയിരം കിലോമീറ്ററാണ്. അവിടെ ഉപയോഗിച്ചേക്കാളുള്ള 10 മടങ്ങ് ഈ വിസ്ഫോടനം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അണുപ്രസരമൊക്കെയുള്ള ഈ ബോംബുകൾ വർഷിച്ചിരിക്കുന്നത്. ഇനി ആ ഭൂമി പ്രദേശം ഒന്നും കൊള്ളില്ല. അത്രയും നീചമായ പ്രവൃത്തി ചെയ്ത ഇസ്രായേൽ മനുഷ്യമൃഗങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ ആരായിരുന്നാലും അത് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കും. അതല്ലേ ഇപ്പോൾ കമൽ ഹാരിസിൻ്റെ യോഗത്തിലേക്ക് 130ഓളം സർവകലാശാല വിദ്യാർത്ഥികൾ അവരുടെ ഹാളിന് പുറകിൽ വട്ടം കൂടി ബഹളം ഉണ്ടാക്കുകയാണ്. അതിനെതിരെ അനുകൂലമായിട്ടാണ് മറ്റേ ഇപ്പോഴത്തെ ജോർജ് അദ്ദേഹം അനുകൂലിച്ചാൽ നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ്. കാരണം അവർക്ക് നിൽക്കക്കളില്ലാതെ. എന്നിട്ടും എൻ്റെ ഒരു യുദ്ധ നിർത്താനുള്ള സാധ്യത കാണാത്തത്? അവിടെയാണ് ഇസ്രായേലും അമേരിക്ക പഠിക്കേണ്ടത്. അമേരിക്കയാണ് ഇറാനിൽ വെച്ച് പിന്നെ ഇവിടെ നേതാവിനെ കൊന്നെന്ന് പറഞ്ഞേ. അദ്ദേഹം കുറച്ചുകൂടി സമാധാന പ്രേമിയായിരുന്നു, കുറച്ചുകൂടി പൊളിറ്റീഷ്യനായിരുന്നു. ഇപ്പോൾ എടുത്ത് ഏറ്റ ആൾ പക്കാ, നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ തീവ്രവാദിയാണ്, ജിഹാദിയാണ്. അവിടെ അവർ യുദ്ധത്തിൽ സമാധാനം വരുന്നില്ല, വന്നിട്ട് കാര്യമില്ല, നടക്കുന്നില്ല. അതാണ്. അപ്പോൾ ഇത്രയും സങ്കീർണമായ ഈ കാലത്ത് പലസ്തീൻ വിഷയം വരുമ്പോൾ മറ്റ് ചില കുബുദ്ധികൾക്ക് എന്തൊരു ആവേശമാണ് അവരെ കുഞ്ഞുമക്കളും മരിക്കുന്നത് കാണുമ്പോൾ, അതിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ. അത് ശരിയാണോ എന്ന് നിങ്ങൾ സ്വയം മനസ്സാക്ഷിയോട് ചോദിക്കുക. ആരെയും കൊല്ലുന്നത് നമുക്ക് ഇഷ്ടമല്ല. ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ നമുക്ക് താല്പര്യമില്ല. കാരണം ഒരു ഉറുമ്പിനെ പോലും സൃഷ്ടിക്കാൻ നമുക്ക് കഴിവില്ലാത്ത എത്ര കാലം നമ്മൾ ഒരു ജീവനെയും നമ്മൾ നശിപ്പിക്കാൻ കൂട്ടിവെക്കാൻ പാടില്ല. അത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പിന്നെ മനസ്സുകൊണ്ട് പോലും. അതാണ് എൻ്റെ ശരി. അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് മനുഷ്യത്വത്തിന് വേണ്ടി വാദിക്കുക. അതാണ് ശരി. പിന്നെ ഈ ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തെ എതിർക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ചിലരും പാൻ അമേരിക്കയും ഒക്കെ ഇസ്രായേലൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പം അത് ഏറ്റവും കൂടുതൽ പള്ളികൾ തകർക്കണം, ഖുർആൻ നിരോധിക്കണമെന്ന് പറഞ്ഞ് പ്രവർത്തിച്ച BFFൻ്റെ നേതാവ് അർമേലു ഒരു സായിപ്പാണ്. അദ്ദേഹം ഇപ്പോൾ
വളരെ ശക്തമായിട്ട് ഇസ്ലാം എതിർത്തിയതാണ്. ദൈവം ഇസ്ലാം മതം സ്വീകരിച്ച് ഇസ്ലാം മത പ്രചരണം നടത്തുകയാണ്. അപ്പോൾ ഒരുപടി ആൾക്കാർ ലോകത്ത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം, പെണ്ണിട്ടാൻ വേണ്ടി ജാതി മാറുന്നല്ല, പഠിച്ചതിന് ശേഷം ഇസ്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് യൂറോപ്യൻ കൺട്രീസിലെ പല ക്രിസ്ത്യൻ ചർച്ചുകളും മുസ്ലിം ദേവാലയമായി പോവാണ്. എന്താ കാരണം? ക്രിസ്ത്യൻ ചർച്ചിൽ അകത്തേക്ക് ഒരാളില്ല, ശൂന്യം കിടക്കാണ്, വെറുതെ കിടക്കാവോ, അത് വേറെ ബാറൊന്നും കൊടുക്കാനും പാടില്ല. അതേ ഒരു ട്രസ്റ്റൊക്കെ ആണെങ്കിൽ മറ്റ് ദേവാലയങ്ങൾ കൊടുക്കാവുള്ളൂ. അപ്പം പൈസ കൊടുത്ത് വാങ്ങിക്കാൻ താല്പര്യം ആളുമുള്ള, ആളും പോകണം, പണം മാത്രം പോയി ആളുമുള്ള ഒരു വിഭാഗം ഇന്ന് ലോകത്ത് മുസ്ലിങ്ങളാണ്. അതുകൊണ്ടാണ് അമേരിക്കയിൽ, ബ്രിട്ടനിൽ, ഫ്രാൻസിൽ, ഇറ്റലി, ജർമ്മനിയിലേക്ക്, കാനഡയിലേക്ക് പല പല ദേവാലയങ്ങളും കോടിക്കണക്കിന് ഡോളർ കൊടുത്ത് മുസ്ലിം സമുദായം വാങ്ങി അവിടെ ശക്തമായി പ്രാർത്ഥനയും മറ്റു കാര്യം നടക്കുകയാണ്. ഒരു കാര്യം നമ്മൾ പറയാം, എന്തൊക്കെ നിങ്ങൾ ശക്തമായി പ്രാർത്ഥന നടത്തിയാലും ഒരു മനുഷ്യനെ ഉപദ്രവിക്കാവുന്ന രീതിയിൽ നിങ്ങൾ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്താൽ, ഏത് ഇസ്ലാമാണെങ്കിലും അങ്ങനെയുള്ള ഇസ്ലാമികളെയോ ഇസ്ലാമിസ്റ്റുകളെയോ ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാരണവശാലും അനുകൂലിക്കില്ലെന്ന് മാത്രമല്ല ശക്തമായിട്ട് എതിർക്കും. എന്തുകൊണ്ടാണ് പറയുന്നറിയോ? ഇസ്ലാം പഠിപ്പിക്കുന്നത് സഹജീവി അനുകമ്പയാണ്. മറ്റൊരാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നവരും പാവമാണെന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് ഇസ്ലാം. അയൽവക്കം പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ആഹാരം കഴിക്കുമെന്ന് എൻ്റെ സമുദായത്തിൽപ്പെട്ടവർ പറഞ്ഞ ഒരു പ്രവാചകൻ്റെ അനുയായികളും മുസ്ലിങ്ങൾ. അധ്വാനിക്കുന്ന വീർപ്പണങ്ങൾ പറ്റുന്നതിന് മുമ്പ് പ്രതിഫലം കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു ഒരു നേതാവിൻ്റെ അനുയായികളാണ്. അങ്ങനെയുള്ള അനുയായികൾ ഒരു കാരണവശാലും അറിഞ്ഞോ അറിയാതെയാണെങ്കിൽ പോലും, ചിലപ്പോൾ അറിയാതെ അതുപോലും മറ്റാളെ ആക്രമിക്കുന്നതിൽ ഞങ്ങൾ അനുകൂലമല്ല. അത് ഏത് കാരണത്തെ പേരാണെങ്കിലും. അപ്പം അതുകൊണ്ട് ഇസ്രായേൽക്കാരോട് മറ്റല്ല ഫലസ്തീൻകാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഈ അന്ധമായ പരലോക ജീവിതം, സ്വർഗം കിട്ടും, ഹൂർലിങ്ങൾ കിട്ടും എന്നുള്ള ചിന്ത വെച്ച് മുന്നോട്ട് പോയി സമാധാനത്തിൽ കൂട്ടു നിൽക്കാതെ, അതിനെ സപ്പോർട്ട് ചെയ്യാതെ, സാഹചര്യം ഒരുക്കാതെ വെറുതെ കുഞ്ഞുമക്കളെ കൊല്ലാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ചിന്തയിൽ എവിടേക്കോ അപാകത ഉണ്ട് എന്നാണ് ഒരു മനഃശാസ്ത്ര വിഭാഗത്തിൻ്റെ ആളെന്ന നിലയിൽ, ഒരു ഫിലോസഫിസ്റ്റിൻ്റെ ഗ്രൂപ്പ് എന്ന നിലയിൽ, ഒരു ശാസ്ത്ര ഉദവി എന്ന ലിസ്റ്റിൽ ഞങ്ങൾക്ക് നിങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അന്ധമായ സ്വർഗം കിട്ടും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ജിഹാദി പ്രവർത്തനം നടത്തുകൊണ്ട് രക്തസാക്ഷിത്വം, അല്ലെങ്കിൽ ഷഹീദായതിൻ്റെ കൂലി കിട്ടും, ഷഹീദന്മാർക്ക് സ്വർഗം മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ അവസ്ഥ ഇതും താരതമ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ നിർത്തിയേക്കാം. ഈ ഹമാസിൻ്റെ ആയുധത്തെക്കുറിച്ചാണ്, കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യം. ഒരു ജയിൽ സൂപ്രണ്ട് അയാൾ വിഷയനായി നിൽക്കുന്നു. അപ്പോൾ ജയിലിലേക്ക് ചെന്ന് ജയിൽ പുള്ളിയെ കഴിഞ്ഞാൽ പിന്നെ ആ ദേഷ്യമൊന്നുമില്ല, പിന്നെ അവർക്ക് ഒരുമിച്ചായല്ലോ. അങ്ങനെ ചോദിച്ചപ്പോൾ ഒരു കള്ളൻ ചോദിച്ചു, എന്താണ് അങ്ങ് ഇത്ര കഷ്ടപ്പെടുന്നത്, ഇത്ര വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമല്ല എന്ന് പറഞ്ഞു. അല്ല പറയൂ സാർ, എൻ്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചതിൻ്റെ ഡേറ്റ് അടുത്ത് വരാം, സ്ത്രീധനം കൊടുക്കാനുള്ള പണം കിട്ടിയിട്ടില്ല, ആ ഒരു വിഷമത്തിലാണ്. അപ്പോൾ ഈ കള്ളൻ പറഞ്ഞ്, ഒരു മണിക്കൂർ നേരത്തേക്ക് എന്നെ വിശ്വസിച്ചൊന്ന് പുറത്ത് വിടാവോ, വിട്ടാൽ അങ്ങേക്ക് ആവശ്യമുള്ള കാശായിട്ട് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഏതായാലും കല്യാണം നടത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പറ്റും, വേറെ വഴിയില്ല. അപ്പോൾ ഇദ്ദേഹം പിരിച്ചു വിട്ട് വന്നില്ലെങ്കിൽ ജോലി പോകും, ജോലി പോകണി പോട്ടെ ചെയ്ത് വിശ്വസിച്ച് വിട്ടു. അയാൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറയുന്ന കാശ് കൊണ്ടുവന്ന് അത്രയും കാശ് അയാൾ വേറെ സ്ഥലത്ത് ഒളിവിൽ വെച്ച് പോകുമ്പോൾ എടുക്കാൻ വേണ്ടി. അങ്ങനെ വന്നൊരു കേസ് ഏത് പോലീസ് ഇടപെട്ടും കിട്ടുമോ, ഏത് വെള്ളടിയാൾ നോക്കിയാലും കിട്ടുമോ? കാരണം അദ്ദേഹം ജയിലിൽ കിടക്കണം. അപ്പം അതുപോലെ ചില സാഹചര്യത്തിലാണ് പിന്നെ ഹമാസിന് ആയുധപ്പുര സൂക്ഷിച്ചിരിക്കുന്നെങ്കിൽ ഇസ്രായേലിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.